ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പ്ലാൻസിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോയിൽ പറയുന്നത് പ്ലാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്ലാൻസ് എങ്ങനെയാണ് നടണ്ട്, എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ്, ഏറ്റവും നല്ല പോട്ടിംഗ് മിക്സ്, നല്ല വളങ്ങൾ, വീട്ടിലുണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മളെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാറ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അത് വെച്ചിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുമോ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പൂക്കൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലേ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഒരു റോസോ അല്ലെങ്കിൽ ഒരു ഓർക്കിഡോ ഒക്കെ പൂ വിരിഞ്ഞ് കാണുമ്പോൾ ഇത് പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് കേട്ടോ. അല്ലാത്തവർ ഇത് കാണുകയോ ശ്രദ്ധിക്കുകയോ പോലുമില്ല. പക്ഷെ പ്ലാന്റ്സിനോട് കുറച്ച് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്നത് കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് പ്ലാന്റ്സിനും ഫ്ലവേഴ്സിനും ഒക്കെ നമുക്ക് തരാൻ പറ്റുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ്സിനോട് കൂടുതൽ അടുക്കും തോറും എന്താ പറയുക, ഒരു ഫീൽ ഗുഡാണ്. ഒരു റോസൊക്കെ രാവിലെ നമ്മുടെ തോട്ടത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ വിരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാതൊരു സ്മൈൽ വരും, ഒരു ഫീൽ ഗുഡ് വരും. ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും കേട്ടോ. പ്ലാന്റ്സിലെ പൂക്കളൊന്നും നിറയെ വിരിയുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, പൂക്കൾ നിറയെ ഉണ്ടാവുക, എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വൈറ്റമിൻസ് ഒക്കെ വേണ്ട പോലെ പ്ലാന്റ്സിനും പൊട്ടാസ്യം ഫോസ്ഫറസും ഒക്കെ വേണം. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്ലാന്റ്സിന് എത്താത്തത് കാരണമാണ് നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ ഉണ്ടാവാത്തത്. അപ്പം നമുക്കത് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ഗാർഡൻ ഒരു നിറയെ പൂക്കളുള്ള ഒരു നല്ല ഭംഗിയുള്ള ഗാർഡനാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. അത് നമ്മൾ ഫുഡിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ പോട്ടിലും ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പം ഞാനതിന് ഇന്നൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. എല്ലാവരും, നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ എല്ലാവരും ചോറ് വെക്കും അല്ലേ. അപ്പം നിങ്ങൾ ഈ അരി കഴുകുന്ന വെള്ളമല്ലേ, കഞ്ഞിവെള്ളം അല്ല കേട്ടോ, അരി കഴുകുന്ന വെള്ളം നല്ല രീതിയിൽ, ആദ്യത്തെ വെള്ളം അല്ല കേട്ടോ, രണ്ടാമതായിട്ട് ആദ്യത്തെ വെള്ളം എന്തെങ്കിലും ഇതൊക്കെ അടിച്ചിട്ട് ആണല്ലോ നമ്മുടെ അരിയൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ വെള്ളം ഒരിക്കലും എടുക്കരുത്. രണ്ടാമതായിട്ട് എടുക്കുന്ന വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതൊന്ന് നല്ല രീതിയിൽ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് രണ്ട് തരത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ ലീവ്സിനൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ ഇത് കൊടുത്താലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു പ്രകൃതിദത്തമായ ഒരു ജൈവവളമാണ് ഈ അരി കഴുകിയ വെള്ളം എന്ന് പറയുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റും വൈറ്റമിനും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാമായിരുന്നോ? അപ്പോൾ എടുക്കുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ വെള്ളം എടുക്കരുത്, രണ്ടാമത്തെ വെള്ളം മാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക പ്ലാന്റ്സിനൊക്കെ. അതല്ലെങ്കിൽ 2-3 ദിവസം ഇത് പുളിപ്പിക്കാൻ വയ്ക്കുക. അങ്ങനെ പുളിപ്പിച്ച് കഴിഞ്ഞ വെള്ളമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഒഴിക്കരുത്. അതിൻ്റെ ഡബിളോ ത്രിബിളോ വെള്ളം മിക്സ് ചെയ്ത് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, മണ്ണിൻ്റെ മൈക്രോബിയൽ ആക്ടിവിറ്റി നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ലീവ്സിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും, ഫ്ലവേഴ്സ് വരും, റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ കിട്ടും. എന്താ വെച്ചാൽ ഇലകൾക്ക് തിളക്കം കൂടും. പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ മണ്ണിനൊരു പ്രശ്നവും വരില്ല, മണ്ണിൻ്റെ pH ലെവൽ താന്നൊന്നും പോവില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് നല്ലതാണെന്ന് കണ്ടിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഒഴിക്കരുത്. അപ്പം മണ്ണിൻ്റെ pH താഴും. അപ്പോൾ ചെടികൾക്ക് ദോഷമാണ്. ആഴ്ചയിൽ 2-3 തവണ, 2 തവണ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മാത്രം കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസറാണിത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, നമ്മൾ ചെറുപയറും കടലയൊക്കെ വെള്ളത്തിലിട്ട് വെക്കില്ലേ, ആ വെള്ളവും ഈ അരി കഴുകിയ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കുക കേട്ടോ. അതും പുളിപ്പിച്ചിട്ട് നമ്മൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിലും വെള്ളം മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഈ വെള്ളമൊക്കെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ്. എന്താ വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വളർച്ച
വളർച്ചനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും മണ്ണിലെ മൈക്രോബിയൽ ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിലാക്കി ബാക്ടീരിയൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇലേൻ്റെ ആരോഗ്യം തിളക്കവും ഒക്കെ നല്ല രീതിയിൽ വരുമെന്നും നല്ല ഗ്രീനിഷ് ലീഫായിട്ട് നല്ലൊരു ഷൈനിങ് ഉള്ള ലീഫായിരിക്കും ഇങ്ങനെയുള്ള ഒരു വളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള. പിന്നെ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾക്കും കൊടുക്കാം, ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കാം. പിന്നെ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലീവ്സിനൊക്കെ. അപ്പോൾ അത് ഇലകൾക്ക് നല്ലതാണ്, ഒരു തിളക്കം ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇതിങ്ങനെ ഇലകളിൽ പറ്റി നിൽക്കുന്നതുകൊണ്ട് കീടങ്ങളൊന്നും വലിയ രീതിയിൽ വരത്തില്ല. അതേപോലെ നമുക്ക് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു പ്ലാന്റ്സിൻ്റെ വേരുകൾ സ്ട്രോങ് ആവാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഒരു അരി കഴുകിയ വെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ചെടികൾ നല്ല രീതിയിൽ വളരാൻ സഹായിക്കും. പിന്നെ ഇതിൽ അമിനോ ആസിഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാമായിരുന്നു ഈ അരി വെള്ളത്തിലൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്? അതെന്ന് വെച്ചാൽ കോശങ്ങൾ നിർമ്മിക്കാൻ, നമ്മുടെ പ്ലാന്റ്സിന് കോശങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കും ഈ അമിനോ ആസിഡ്. പിന്നെ ബി ഉണ്ട്, വിറ്റാമിൻ ബി ഉണ്ട് ഈ അരി കഴുകിയ വെള്ളത്തിൽ. അപ്പോൾ B1, B2, B6 ഒക്കെ ഉണ്ട്. അതാണ് ചെടികളുടെ ഇലകൾക്ക് ആരോഗ്യത്തിന്. B2, B1, B6 ഒക്കെ ചെടികളുടെ, അതാണ് ഞാൻ പറഞ്ഞ ഇലകൾ നല്ല രീതിയിൽ വരുമെന്ന്. പിന്നെ കാൽസ്യം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഉണ്ട്. അപ്പം പിന്നെ കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം അതും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പ്ലാന്റ് ഇപ്പോൾ തണുപ്പ് കാലത്തൊക്കെ ഒരു ചീഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരത്തില്ല. നല്ല രീതിയിൽ വേര് നല്ല സ്ട്രോങ് ആണല്ലോ ഇത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഒരു ചെറുത്തുനിൽപ്പ്, ഇപ്പോൾ ഏത് സാഹചര്യത്തിലും തണുപ്പൊക്കെ ആണെങ്കിലും റൂട്ടൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഒരു ചെറുത്തുനിൽപ്പ് പറ്റും നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം കൊടുക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ചെടി നല്ല രോഗപ്രതിരോധ ശേഷിയിൽ, അപ്പോൾ ഫംഗണൽ അറ്റാക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആ പ്ലാന്റ്സ് വന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പച്ചക്കറിക്ക് കൊടുക്കുകയാണെങ്കിൽ മുളക്, തക്കാളി എല്ലാത്തിനും കൊടുക്കാം. വാഴയ്ക്ക് വരെ ഇത് കൊടുക്കാം. പിന്നെ റോസ്, ചെമ്പരത്തി, ഓർക്കിഡ് എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് മണി പ്ലാന്റിനും സ്നേക്ക് പ്ലാന്റിനും ഒക്കെ കൊടുക്കാം. എല്ലാ പ്ലാന്റ്സിനും ഇത് കൊടുക്കുക. ഫ്ലവറിങ് പ്ലാന്റ്സിനും വെജിറ്റബിൾസിനും ഇൻഡോർ പ്ലാന്റ്സിനും ഇതൊക്കെ അല്ലേ, സ്പിനച്ച്, കോറിയാണ്ടർ, മല്ലിയിലയിലൊക്കെ പ്ലാന്റ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണിത്. പിന്നെ കൊടുക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞുതരാം പ്രത്യേകമായിട്ട്, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ഈ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് കേട്ടോ. ഉച്ച സമയത്തോ വെയിലുള്ള സമയത്തോ നിങ്ങൾ കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഇത്രയും നേരമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, മഴക്കാലത്ത് ഇത് കൊടുക്കാതിരിക്കുക കേട്ടോ. മഴക്കാലത്ത് ഇത് കൊടുത്താലും ഇതിൻ്റെ എഫക്റ്റ് അത്ര കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മഴക്കാലത്ത് ഇത് ഒഴിവാക്കി ആ സമയത്ത് നിങ്ങൾ ഈ ലിക്വിഡ് ഫെർട്ടിലൈസറിന് പകരം വല്ല ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ പ്ലാന്റ്സിന് കൊടുക്കുക കേട്ടോ, നിറയെ പൂവിടാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളിത് പുളിപ്പിക്കാൻ വെച്ചിട്ട് ഇതിന് ഭയങ്കര ദുർഗന്ധം, ഒരു വല്ലാത്ത ബാഡ് സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അഴുകിപ്പോയിന്ന് മനസ്സിലാക്കിയിട്ട് ചെടിക്ക് കൊടുക്കാതിരിക്കണേ. അത് നല്ലതല്ല. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക. പ്രത്യേകം പറയാണ്, ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുത്താൽ അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക. മണ്ണിൻ്റെ pH താഴ്ന്നു പോകും. പിന്നെ നൈട്രജൻ്റെ അളവൊക്കെ താഴ്ന്നു പോയാൽ ചെടിക്ക് നല്ലതല്ല കേട്ടോ. അപ്പോൾ പറയുന്ന പോലെ മാത്രം കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ റൈസ് വാട്ടറിൻ്റെ കൂടെ തന്നെ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് പുളിപ്പിച്ചിട്ട് അരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അലോവേര കട്ട് ചെയ്ത് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് അരിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും, പൊട്ടറ്റോ, ഓനിയൻ എന്ന് പറഞ്ഞ പീലുകൾ ഉണ്ടാവില്ലേ, നമ്മുടെ വാഴപ്പഴം, ഇതൊക്കെ ഇതിൻ്റെ പീൽസ് ഇട്ട് വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും പ്ലാന്റ്സിന് വളരെ നല്ലതാണ് കേട്ടോ. വാഴപ്പഴത്തിലൊക്കെ നല്ല രീതിയിൽ പൊട്ടാസ്യം ഉണ്ട്. അതൊക്കെ റോസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വളം വാങ്ങി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആരോഗ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും. പപ്പായയുടെ ലീഫൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങൾ പോലും റോസിനൊന്നും വരത്തില്ല. അപ്പം നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തിയും സൂപ്പറാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇലകളൊക്കെ തിളക്കത്തിൽ വരട്ടെ, പൂക്കളൊക്കെ നിറയെ ഉണ്ടാവട്ടെ, ചെടിയൊക്കെ സ്ട്രോങ് ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.